മലയാള സിനിമ ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ. ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമയിലെ യുവ സംവിധായകർ പിടിയിലായ പശ്ചാത്തലത്തിലാണ് പ്രമുഖ നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ പ്രതികരണം. ലഹരി ഉപയോഗിക്കുന്നവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും അദ്ദേഹം ദുബായിൽ ജനം ടിവിയോട് വ്യക്തമാക്കി. മലയാളത്തിൽ നിന്ന് മികച്ച സിനിമകൾ പുറത്തിറങ്ങുമ്പോഴും അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. മലയാള സിനിമാ മേഖല ലഹരിയുടെ പിടിയിലേക്ക് അടിമപ്പെടുന്നുവെന്നാണ് പ്രധാന ചോദ്യം. ഈ സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ പ്രതികരിക്കാനുണ്ട്. സർ, എന്താണ് ഈ അവസ്ഥ നോക്കിക്കാണുന്നത്? അല്ല, ഇതൊരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. ഇതിപ്പോൾ പല ആൾക്കാരെ ആയി പോലീസ് പിന്തുടർന്ന് ഇത് ചെയ്യുന്നത്. അത് ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ അസോസിയേഷൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പോലീസുകാർ സെറ്റുകൾ കയറി റെയ്ഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ അത് ഇനിയും ഇത് താമസിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് മുമ്പോട്ട് പോകും. ഇപ്പം തന്നെ രാവിലെയാണ് ഞാൻ അറിയുന്ന 2 സംവിധായകർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും. മലയാള സിനിമയിൽ വളരെ ഒത്തിരി ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള 2 ചെറുപ്പക്കാരാണ് അവർ ഇങ്ങനെ ഒരു ഇതിലേക്ക് വഴുതി വീഴാന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സാർ, ഇവർ മികച്ച സിനിമകൾ ചെയ്യുന്നവരാണ്. ഇപ്പം മികച്ച സിനിമ കിട്ടാൻ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അവർ കണ്ണടയ്ക്കുന്നുണ്ടോ തോന്നുന്നുണ്ടോ? അവർക്ക് ഇവരുടെ വാശികൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്ക് അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് കണ്ണടയ്ക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സിനെ ഒരു പടം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയും തീർക്കണമല്ലോ. എന്തായാലും ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടുപോയി, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ദൗത്യം. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ മൗനം പാലിക്കുന്നതാണ്, അല്ലാതെ അവർക്ക് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. അപ്പം അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കഷ്ടപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. എന്ന് വെച്ചാൽ ഈ ലഹരി ഉപയോഗം വളരെ അമിതമായിട്ട് ഇതിൻ്റെ അകത്ത് കൂടുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അറിഞ്ഞു. ഈയിടെ ഞാൻ കാരവാനിലെ ഓണേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ അതിലൊരു കാരവാൻ ഓണർ പറയുന്നതെന്ന് വെച്ചാൽ, സാർ, നമുക്ക് കാരവാൻ തുറന്ന് അകത്തോട്ട് കയറാൻ വയ്യ, അതിൻ്റെ അകത്തുള്ള ഈ പുകയും ഒക്കെ കാരണം. അപ്പോൾ അത്രത്തോളം ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്ന പ്രൊഡ്യൂസറിനാണ്. എന്ന് വെച്ചാൽ രാവിലെ സമയത്തിന് ഷൂട്ടിംഗ് തുടങ്ങില്ല, ഇവരൊക്കെ വരാൻ ലേറ്റ് ആവുന്നു. ഇതിൻ്റെ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ തീരുമ്പോൾ തന്നെ ഒത്തിരി ഇതാവും. വൈകിട്ട് 3 മണിക്കൊക്കെ ഷൂട്ട് തുടങ്ങിയിട്ട് വെളുപ്പാങ്കാലം വരെ ഷൂട്ട് ചെയ്യണം. അപ്പം വെളുപ്പാങ്കാലം വരെ പോകുമ്പോഴത്തേക്ക് 3 ബാറ്റയാണ് പ്രൊഡ്യൂസർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും അതിനെക്കുറിച്ച് ബോധവടെയല്ല. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. ജോലി കൊടുക്കുന്ന ശരിക്കും പ്രൊഡ്യൂസേഴ്സാണ്, അവർക്ക് പൈസ കൊടുക്കുന്നില്ല. ഇതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ വിലക്കാൻ എന്തെങ്കിലും ഉള്ളൊരു ചെയ്യാൻ അല്ല, വിലക്കെന്നുള്ള ഒരു സംഭവത്തിലേക്കല്ല നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമുക്ക് വിലക്കാനായിട്ടുള്ള ഇതൊന്നുമല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പടം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രൊഡ്യൂസർമാർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ വരാൻ വരാനായിട്ട് പലരും ഇത് അറിഞ്ഞുകൂടാതെ വന്ന് ചാടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം സിനിമ അറിഞ്ഞുകൂടാതെ വരുന്ന പ്രൊഡ്യൂസേഴ്സാണ് ഇവിടെ 3/4 ഭാഗം. അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക്, എന്നാൽ അവർ നമ്മുടെ അടുത്ത് വന്ന് ആലോചിക്കുക പോലുമില്ല, സാർ ഇതെങ്ങനെയാണ് സിനിമ എടുക്കുക. ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ അടുത്ത് 1-2 പേരായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, സിനിമ എടുക്കുന്നത് ഇതെങ്ങനെയാണ്, ഇത് ലാഭമാണോ നഷ്ടമാണോ, ഇതെങ്ങനെ ഇതെടുത്താൽ നന്നായിട്ട് മുമ്പോട്ട് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ 1-2 പേരൊഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഒരു പ്രോജക്റ്റ് തുടങ്ങി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോഴത്തേക്ക് അവരുടെ പൈസയൊക്കെ പൊക്കഴി. അപ്പം അങ്ങനെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇത് നേരത്തെ ഇറങ്ങിത്തിരിക്കണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ കണക്ക് വെളിയിൽ വിടുന്നത് തന്നെ അതുകൊണ്ടാണ്. എല്ലാവരും മനസ്സിലാക്കണം എന്താണ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് ഇവിടുന്ന് എന്തോ മൊത്തത്തിൽ ഇവിടുന്ന് അങ്ങ് വാരിക്കൊണ്ട് പോവാം എന്നുള്ള 100-200 കോടിയൊക്കെ ഇവിടുന്ന് വാരിക്കൊണ്ട് പോകാമെന്നുള്ളത്. അങ്ങ് വന്നു കഴിയുമ്പോഴറിയാനൊക്കെ കോടിയൊന്നും ഇല്ല ഇവിടെ, എന്താണ് അതിൻ്റെ അവശേഷിക്കുന്നതെന്നുള്ളത് കയ്യിലിരിക്കുന്നത് കൂടെ പോയി അവരുടെ കയ്യിൽ നിന്ന് പോയി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ. ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിൽ അവർക്ക് അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എടുക്കുന്ന നടപടികൾ വളരെ ലളിതമായി പോയി തോന്നുന്നുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ? ഞങ്ങളല്ലല്ലോ അത് തീരുമാനം എടുത്തത്. അത് എടുത്തത് ഫെഫ്കയാണ്. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനാണ് പറഞ്ഞ ഒരു തവണയും കൂടെ അദ്ദേഹത്തിന് ഒരു മാപ്പ് കൊടുക്കാമെന്ന് എന്തോ രീതിയിലാണ് പറഞ്ഞത്, ഒരു ചാൻസ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചാൻസ് കൊടുക്കാനില്ല. എന്ന് വെച്ചാൽ ചാൻസ് കൊടുത്താൽ എല്ലാവർക്കും മതിയായി. ഇത് ചാൻസ് കൊടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ആരാ? പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറിന് നഷ്ടപ്പെടാൻ ഇനിയും പറ്റത്തില്ല. അപ്പോൾ ചാൻസ് കൊടുക്കണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അസോസിയേഷൻ കൂടി തീരുമാനിക്കും. അല്ലാതെ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവരെ പോലുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി തന്നെ വേണ്ടി വരും. പല ആൾക്കാരുണ്ട്. അത് ഒരിക്കൽ ഞങ്ങൾ ശ്രീനാഥ് വാസിക്ക് നടപടി എടുത്തപ്പോൾ മമ്മൂട്ടിയൊക്കെ പോലൊരു നടൻ വന്നിട്ട് പറഞ്ഞു അവർക്കൊക്കെ തൊഴിൽ നിഷേധിക്കുകയാണ്. ഞങ്ങളാരുടെയും തൊഴിൽ നിഷേധിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല, ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. പക്ഷേ
ഞങ്ങളുടെ പ്രൊഡ്യൂസർമാരെ കഷ്ടപ്പെടുത്തുന്നവരെ ഞങ്ങൾ മാറ്റി നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ. സർ, കഴിഞ്ഞ മാസം ഇറങ്ങിയ 14 സിനിമകളിൽ ഒരു സിനിമ മാത്രമാണ് വിജയിച്ചത്. ഈ ലഹരി ഉപയോഗം പോലുള്ള കാര്യങ്ങൾ സിനിമയുടെ പരാജയത്തിലേക്ക് നയിക്കുന്നുണ്ടോ? അതിൽ എന്തെങ്കിലും അല്ല, ലഹരി ഉപയോഗം പോലുള്ള കാര്യങ്ങൾ പരാജയത്തിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ നല്ല കണ്ടന്റുള്ള സിനിമകൾ ഇവിടെ ഓടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക ഉദാഹരണമാണ് തുടരും എന്ന് പറഞ്ഞ ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ആ പടം ഗംഭീരമായിട്ട് പോവുകയാണ്. വളരെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കും അത്. അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ പടത്തിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു 30 കോടി രൂപയ്ക്കകത്തേ വരത്തുള്ളൂ. ആ പടം അങ്ങനെ ഒരു പടം എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി പടം പൈസ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണം പടങ്ങൾ ചെയ്യാൻ. അല്ലാതെ നമ്മൾ 200-300 കോടി രൂപ മുടക്കിയിട്ട് സിനിമ എടുക്കലല്ല വേണ്ടത്. എടുക്കേണ്ടത് ഞാൻ പറയാനുള്ള പൈസ ഉള്ളവരെടുത്തോട്ട്, അവരുണ്ടെങ്കിൽ അത്ഭുതം കാണിക്കുക എന്ത് വേണം ചെയ്തിട്ട്. പക്ഷേ ഇതുപോലെ മോഹൻലാലിനെ പോലൊരു നടനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്തൊരു സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ അതൊരു മാതൃകയാണ് ആ സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ വേണം ഇവിടെ സിനിമ ചെയ്യാനായിട്ട്. അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഡ്യൂസറുടെ കഴിവാണത്. നമ്മൾ കൂടെ പറയുമ്പോൾ അഫ്കോഴ്സ് തരുൺ മൂർത്തി എന്ന് പറഞ്ഞൊരു ബ്രില്യൻ ഡയറക്ടറും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. സാർ, സിനിമയുടെ വിജയത്തിന് ബ്രഹ്മാണ്ഡ സിനിമ എന്ന് കുട്ടി ആഘോഷിച്ചു വരും, അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുക്കുന്നു. ഈ തുടരുമെന്ന സിനിമ എന്ന് പറയുന്നത് വെറും മൗത്ത് പബ്ലിസിറ്റിയിലാണ് വിജയത്തിലേക്ക്. അതിന് മുന്നിൽ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായില്ല. ശരിക്കും പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കേണ്ടത് നല്ല കണ്ടന്റ് അല്ല നല്ല സിനിമ എടുക്കുക എന്ന് മാത്രമല്ല. അല്ലാതെ ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടി ആഘോഷിച്ച് വരിക, അത് തിയേറ്ററിൽ പരാജയപ്പെടുക, അത് പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അത് 100% ഈ ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ പ്രൊഡ്യൂസറുടെ കാശ് കളയാന്നല്ലാതെ വേറെ ഒരു കാര്യമുണ്ട്. ഇപ്പം രഞ്ജിത്ത് ചെയ്തതെന്ന് വെച്ചാൽ രഞ്ജിത്ത് അതിനൊരു വലിയ പബ്ലിസിറ്റിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുക്കാതെ അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന്, അതായത് ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് എടുക്കാതെ, അതായത് പ്രൊഡ്യൂസറിന് ഇപ്പോൾ ഒരു പുതിയ ഇതും കൂടെ ഉണ്ട്. തിയേറ്ററിലേക്ക് ആദ്യത്തെ ദിവസം ആളെ കയറ്റുക എന്നുള്ളൊരു കടമയും കൂടെ പ്രൊഡ്യൂസറുണ്ട്. രഞ്ജിത്ത് ഒരൊറ്റ ആളെ പോലും ഒരു 5 പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. എന്നുവെച്ചാൽ പല പടങ്ങളിലും ഇപ്പോൾ വരുന്ന എല്ലാ പടങ്ങളിലും ആദ്യത്തെ ദിവസം തിയേറ്ററിൽ ആളെ കയറ്റണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ പരിപാടിയുണ്ട്. സിനിമ ടിക്കറ്റ് ബൾക്കായിട്ട് വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറേ പേരെ തിയേറ്ററിൽ കയറ്റുന്നു എന്ന് വെച്ചാൽ അവർ കയറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ 200 തിയേറ്ററിൽ ഈ പടം റിലീസ് ചെയ്തിട്ട് 500-700 തിയേറ്ററിലല്ല റിലീസ് ചെയ്തത്, 200 താഴെ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിട്ട് പടം വിജയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 500 തിയേറ്ററിലേക്ക് പോവാണ്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഡ്യൂസറിന് മാത്രമേ അത് ചെയ്യാൻ നോക്കൂ. അത് രഞ്ജിത്തിനെ പോലുള്ള ആൾ കൃത്യമായിട്ട് അത് ചെയ്ത് കാണിച്ചു. അങ്ങനെ വേണം സിനിമ ചെയ്യാൻ. അല്ലാതെ ചുമ്മാ ബ്രഹ്മാണ്ഡ സിനിമയാണെന്ന് പറഞ്ഞാൽ 700 തിയേറ്ററിൽ കൊണ്ടിട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് 200 തിയേറ്ററിൽ ചുരുങ്ങുന്നതിന് പകരം നേരെ റിവേഴ്സ് പ്രോസസ്സ് വേണം ചെയ്യാനായിട്ട്. അതൊന്നും ഇവിടെ വളരെ ചുരുക്കം പേരെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൊട്ടിഘോഷിച്ച് സിനിമ കൊണ്ടുവരില്ല, നല്ല കണ്ടന്റുള്ള സിനിമ കൊണ്ടുവന്ന് ആളുകളെ കാണിച്ച് അവരെ രസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലഹരിയുടേതടക്കമുള്ള വിപത്തുകളിൽ നിന്ന് മലയാള സിനിമയെ സംരക്ഷിക്കാൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ സുസജ്ജമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. മലയാള സിനിമ ഇനിയും കാലങ്ങളോളം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.